കോയസൻ, കുഞ്ഞുകാര്യങ്ങളുടെ ഒടയ തമ്പുരാൻ. മുഖത്തെപ്പോഴും തെളിമയാർന്ന പുഞ്ചിരി. അവിടെ വീണ വാർദ്ധക്യത്തിന്റെ ചുളിവുകളെ നന്മ കൊണ്ട് മായ്ക്കുന്നൊരാൾ. കോഴിക്കോട് നിന്ന് 4 കിലോമീറ്റർ അകലെ കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയോട് ചേർന്ന് പുനത്തിൽ മമ്മു റോഡിൽ കോയസന്റെ പീഡിയ കാണാം. സൈക്കിളിൽ പ്രായാധിക്യത്തെ ചവിട്ടിത്തോൽപ്പിച്ച് എല്ലാ പ്രഭാതത്തിലും ആ കുറിയ മനുഷ്യനെത്തും. പഴയ SSLC-കാരനാണ്. കോയസൻകായുടെ വാക്കുകളിൽ ആത്മാഭിമാനത്തിന്റെ തിളക്കം. 4 പതിറ്റാണ്ടുകാലത്തെ വ്യാപാര ജീവിതത്തെ ഓർത്തെടുക്കുമ്പോൾ കോയസന് പരിഭവങ്ങളൊന്നുമില്ല. വാക്കുകളിൽ നിറയെ ആത്മസംതൃപ്തിയുടെ ചാരുത. കോയസന്റെ പീഡിയ എന്നാൽ 60 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. വെറൈറ്റി ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യാൻ പ്രിയം വെച്ചൊരാൾ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം അവിടെ ലഭ്യം. ഇന്ദുപൊടിയും ലക്ഷദ്വീപിൽ നിന്നെത്തുന്ന ഉണക്കിയ ട്യൂണ മത്സ്യവും കുങ്കുമപ്പൂവും അവസ്മാര നെയ്യും മസാലപ്പൊടികളും എന്നുവേണ്ട ആ ചെറിയ മുറിയിൽ ഈ മനുഷ്യൻ എല്ലാം കൊണ്ടു നിറച്ചിട്ടുണ്ട്. ഭാര്യയും മക്കളുമാണ് മസാലപ്പൊടികൾ പൊടിച്ചു നൽകുന്നത്. കോയസൻകായുടെ ഇറച്ചി മസാലപ്പൊടികൾ ചോദിച്ച് പ്രവാസികൾ പിറകെ തന്നെയുണ്ട്. മായം കലർത്താത്ത ഉൽപ്പന്നങ്ങൾ തേടിപ്പിടിച്ച് തൻ്റെ കൊച്ചു പീഡിയയിൽ എത്തിക്കുകയെന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യമാണ്. വില പേശാതെ എല്ലാവരും സന്തോഷത്തോടെ കോയസൻകായോട് കുശലവും പറഞ്ഞ് ആവശ്യ സാധനങ്ങൾ വാങ്ങി മടങ്ങും. 70 പിന്നിട്ട കോയസൻകായ്ക്ക് ചെറിയ അഭിലാഷങ്ങളുണ്ട്. മക്കത്ത് ഹജ്ജിന് പോകണം, 2 മക്കളെ കൂടി കല്യാണം കഴിപ്പിക്കണം. 8 മക്കളെയും വളർത്തിയത് ഇതുകൊണ്ടാണ്. സ്നേഹം പൊതിഞ്ഞ ആ മനുഷ്യനെയും തേടി കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഹൃദയങ്ങളിലേക്ക് അദ്ദേഹം മന്ദസ്മിതം പൊഴിക്കുന്നു. അവയിൽ അത്രയും അലിവിൻ്റെ തൂവെളിച്ചം.